Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ അടിപൊളിയായി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടും അതുപോലെ തന്നെ നല്ല തിക്ക് ഗ്രേവി ഉള്ള കടലക്കറിയുമാണ് ഉണ്ടാക്കുന്നത്. പുട്ട് ഞാൻ ഇതിൽ പ്രിപ്പയർ ചെയ്തേക്കുന്നത് പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാലും അതൊട്ടും ഹാർഡായി പോകത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ തേങ്ങ ഒന്നും ചേർക്കാതെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കടലക്കറി എങ്ങനെയാണെന്നും കൂടെ ഉണ്ട്. ആദ്യം നമുക്ക് പുട്ടുണ്ടാക്കാം. ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. തരിയുള്ള പുട്ടുപൊടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് അരിപ്പൊടി കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. നനച്ചെടുത്താൽ മാത്രം മതി. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് അതുകൊണ്ട് നമ്മുടെ കൈ വിരലുകൾ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വരുന്ന രീതിയിൽ നമുക്കിത് നന്നായിട്ട് പുട്ട് നനച്ചെടുക്കണം. ഓരോ അരിപ്പൊടിക്കും ഓരോ രീതിയിലായിരിക്കും അതിന് വെള്ളം ചേർക്കേണ്ട അളവ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കറക്റ്റായിട്ട് വെള്ളം ചേർക്കേണ്ട എത്രയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അരിപ്പൊടി അനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുന്ന അളവും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഏതാണോ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമുക്കത് കുഴച്ച് വരുമ്പോഴത്തേനും തന്നെ നമുക്കറിയാൻ പറ്റും അത് നന്നായിട്ട് എല്ലാ പൊടികളും നനഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് അറിയേണ്ടതെന്ന്. നമ്മൾ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് കട്ടയായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു സ്റ്റേജ് വന്നതിന് ശേഷം നമ്മൾ കുറച്ചായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ തന്നെ ഇതെല്ലാം നല്ല സോഫ്റ്റ് പൊടിയായിട്ട് തന്നെ വരും. ഇപ്പം ഞാൻ എല്ലാം അതുപോലെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വെള്ളം ചേർത്തതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ടേസ്റ്റും നന്നായിരിക്കും, അതുപോലെ തന്നെ നല്ല മയവും ഉണ്ടാവും. നന്നായിട്ട് നമ്മൾ തേങ്ങാപ്പാലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തരിയില്ലാതെ തന്നെ മിക്സ് ചെയ്യാൻ നോക്കണം. ഇപ്പം ഞാനെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിലുള്ള സിലിണ്ടറിക്കൽ വെസലിലാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. ആദ്യം ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ഹാഫ് പോർഷൻ അടുത്ത് വരെ ഞാൻ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ലെയറായിട്ട് നമ്മൾ തേങ്ങ ചെവിയതും അതുപോലെ തന്നെ പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. ടോപ്പിൽ നമുക്ക് കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ അടപ്പ് അടച്ചിട്ട് ഇതുപോലെ നമ്മൾ കുക്കറിന് മുകളിലേക്ക് വയ്ക്കാവുന്ന വെസലാണ്. അത് നമ്മളവിടെ വയ്ക്കുക. 6 മുതൽ 8 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിലത്തെ ഹോളിൽ കൂടി നന്നായിട്ട് ആവി വരും. അതുവരെ നമ്മളിത് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കടലക്കറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറുത്ത കടലയാണ്. നമുക്കിതിലേക്ക് കുറേ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനിവിടെ 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ കുറേ പൊടികളൊക്കെ കാണും. ഇനി കഴുകിയതിന് ശേഷം നമുക്കിവിടെ ഡ്രിങ്കിങ് വാട്ടർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. കടല നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് രാത്രി മുഴുവനും നമുക്കിത് കുതിരാൻ വയ്ക്കാം. നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, കടലയെല്ലാം ഡബിൾ സൈസിലേക്ക് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക്
സോക്ക് ചെയ്ത് വെച്ചിരുന്ന കടലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒനിയൻ അത് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറി ലീവ്സും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇനി വെള്ളം കൂടി ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കണം. വെള്ളം കടല എത്രയുണ്ടോ അതിനേക്കാളും കുറച്ചും കൂടെ ഉയരത്തിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 7 അല്ലെങ്കിൽ 9 വിസിൽ വരുന്നിടം വരെ, നന്നായിട്ട് കടല വേകുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് പച്ചമുളക് നടുവേ കീറിയത് 2 എണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒനിയൻ്റെ കളർ ചേഞ്ച് ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒനിയൻ ഒരുവിധം വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി സോഫ്റ്റ് ആകുന്നിടം വരെയാണ് നമ്മൾ വഴറ്റി കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് ഞാൻ 2 ബേ ലീഫ് ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു സ്മെല്ല് വരും, അതിനായിട്ടാണ് ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഗരം മസാല ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ബാക്കി സ്പൈസസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ തക്കാളിയും വഴന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒനിയൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി കൊറിയാണ്ടർ പൗഡർ 2 ടീസ്പൂൺ, ടർമറിക് പൗഡർ ഒരു 3/4 ടീസ്പൂൺ, പിന്നെ വേണ്ടത് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളുക. ഇപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ബാക്കിയുള്ള കടല വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ബോയിൽ ചെയ്ത കടല ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കടലയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി നമ്മുടെ മസാല മിക്സിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതായിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് കടലയുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ചേർത്ത് ഒരു നല്ലതായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്, അത് നമുക്ക് സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് അത് കലക്കിയെടുക്കണം. കാരണം ഇതിനി നമ്മൾ കറിയിലേക്ക് ചേർക്കുകയാണ് തിക്നെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കട്ടയ്ക്ക് കിടക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെയുള്ള ബാറ്റർ നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. ഇതിങ്ങനെ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റും കൂടും, അതുപോലെ തന്നെ കടലക്കറിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും. കടലക്കറി ഗ്രേവി നല്ല തിക്കാവാൻ വേണ്ടി വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ആ വേവിച്ച കടല തന്നെ നമ്മൾ കുറച്ചെടുത്തൊന്ന് അരച്ച് ചേർത്താൽ മാത്രം മതി. നിങ്ങൾ അരച്ചത് അതേപടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോഴത്തേനും അത് കട്ട പിടിച്ച് വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തത്. അങ്ങനെ ആകുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇനി ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. 2-3 ഉള്ളി മതിയാവും. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, അതുപോലെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കടുക് പൊട്ടി അതുപോലെ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനി നമ്മുടെ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലക്കറിയെല്ലാം നല്ല റെഡിയായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുട്ടും കടലയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.